ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കാണുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ സുതി തലനാഴിരക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് ചന്ദ്രയുടെയും ഭാമയുടെയും കയ്യിൽ നിന്ന്. ചന്ദ്രയും ഭാമയും ആ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തു. എങ്ങനെയൊക്കെയോ ദൈവം നമ്മുടെ സുധീനെ രക്ഷപ്പെടുത്തി എന്ന് വേണം എങ്കിൽ പറയാം. അങ്ങനെ ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചന്ദ്രയും ഭാമയും അവിടെ നിന്ന് പോയപ്പോഴാണ് സുധിക്ക് സത്യം പറഞ്ഞ ആശ്വാസമായത്. ഇപ്പൊ പിടിക്കും ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയായിരുന്നു നമ്മുടെ സുധിയുടെ അവസ്ഥ കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. അതുപോലെ നമ്മുടെ സുധി അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. ശ്വാസോച്ഛ്വാസം വിടാതെ നമ്മുടെ സുധി അവിടെ നിൽക്കുകയായിരുന്നു. ആ ഒരു അവസ്ഥയിലായി പോയി. എന്ത് ഉരുകി നിൽക്കുകയായിരുന്നു. കണ്ടുപിടിച്ചാൽ തീർന്നില്ലേ. തൻ്റെ മകൻ ഏതോ വലിയ കമ്പനിയിലാണെന്നും മാനേജരാണെന്നും ഒക്കെയാണ് ഭാമയോട് ഇന്ന് പറഞ്ഞത്. എവിടെ? ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് തന്നെ, സുധി വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഗതി. അതൊക്കെ അവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നാളെ കാണാൻ പോകുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. അപ്പൊ ശ്രുതി ആണെങ്കിൽ അതിനേക്കാളും കള്ളത്തരം ഒളിപ്പിച്ചു വെച്ചോണ്ട് നടക്കുകയാണ്. ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ശ്രുതിക്ക് പറ്റിയ കൂട്ടാട്ടോ ശ്രുതി. അങ്ങനെ ശ്രുതി ആണെങ്കിൽ കുറച്ച് പൈസയൊക്കെ എടുത്തോണ്ട് മീരയോട് പറഞ്ഞു, നീ ഇതൊരു കാര്യം ചെയ്യുക, അങ്ങേറെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. ആ പി എ ഉണ്ടല്ലോ, മറ്റേ മേഡത്തിന്റെ പി എ, നമ്മുടെ സുധിയുടെ കയ്യിൽ നിന്ന് മാസാമാസം ശമ്പളം കൈപ്പറ്റുന്ന ആ പുള്ളിക്കാരന് കൊണ്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വഷളാകും മീരെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പൈസ കൊടുക്കാൻ പറയുമ്പോൾ മീര പറഞ്ഞു, നീ എന്താടി ഈ കാണിക്കുന്നത്? ഇത്രയും പൈസ നിനക്ക് എവിടെന്നാ കിട്ടിയത്? അത് പിന്നെ എന്ത് ചെയ്യാനാ, എനിക്കൊരു പേഴ്സണൽ ലോൺ വന്ന് കിടപ്പുണ്ടായിരുന്നു, അത് ഞാനിങ്ങ് എടുത്തു. അല്ല, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നീ പലിശ അടച്ച് മുടിയില്ലേ? നീ പലിശ അടയ്ക്കണ്ടേ കൊണ്ടുപോയി? നീ സമ്പാദിക്കുന്നത് മുഴുവൻ പലിശ അടയ്ക്കാനല്ലേ തികയത്തുള്ളൂ. നീ എന്താ ശ്രുതി കാണിക്കുന്നതെന്ന് മീര ചോദിച്ചപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം ഓർത്ത് നോക്ക. ഞാനിപ്പൊ ഈ പൈസ കൊടുത്തില്ലെങ്കിലേ അങ്ങ് ചെല്ലും എൻ്റെ അമ്മായിയമ്മയോടും അമ്മായിയപ്പനോടും ഒക്കെ പറയും ഞാൻ ആരാണ്, കല്യാണിയാണെന്നൊക്കെ. അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ എൻ്റെ ജീവിതം. അത് പിന്നെ എടി മരമണ്ടി, നിന്നോട് ഞാൻ പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് നീ മാറി താമസിക്ക്. എന്നിട്ട് നീ എങ്ങനെയല്ല സുധീനെ സോപ്പിട്ട് വശത്താക്കാൻ നോക്ക്. അത് പിന്നെ മാറി താമസിക്കുക എന്നൊക്കെ പറഞ്ഞാല് അതുമല്ല എടി, ഈ കൂട്ടുകുടുംബം എന്ന് വെച്ചാലേ എനിക്ക് വലിയ ഇഷ്ടമാണ്. അറിയാലോ, എനിക്ക് ആരും ഇല്ലാതെയാ ഞാൻ വളർന്നത്. നിനക്ക് ആരും ഇല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിനക്ക് നിന്റെ കൊച്ചില്ലേ? ആദിയില്ലേ? അതുപോലെ തന്നെ നിന്റെ അമ്മയില്ലേ? അല്ല, അവരൊക്കെ ഉണ്ട്. എങ്കിലും എൻ്റെ ജീവിതം കൈവിട്ട് പോകൂടി. എനിക്ക് പേടിയാ. അതുകൊണ്ട് എന്തെങ്കിലും വരട്ടെ, ഈ പൈസ നീ അങ്ങേർക്ക് കൊണ്ട് കൊടുക്ക. അങ്ങേര് കൊണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അതും മാത്രമല്ല, ആ സച്ചി രേവതി അവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ആദ്യം അവരെ വീട്ടിൽ നിന്നും വെളിയിലാക്കാൻ നോക്കണം. അല്ല, എങ്ങനെ അവര് നീ വീട്ടിൽ നിന്നും വെളിയിലാക്കും? ഈ സച്ചിയും രേവതി എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? സച്ചി രേവതിയും കാരണം എനിക്ക് എന്നും ഓരോരോ പ്രശ്നങ്ങളാടി. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ മസാല ദോശയുടെ പ്രശ്നം. അതുപോലെ ഓരോ ദിവസവും അവൻ ഓരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, അവനെന്നെ നല്ല സംശയമുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അവൻ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയെന്ന് കൂട്ടിക്കൊണ്ടാ മതി. അതുകൊണ്ടേ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. എങ്ങനെയെങ്കിലും സച്ചിനെയും രേവതിനെയും ആ വീട്ടിൽ നിന്ന് ഔട്ടാക്കണം. അത് മാത്രമല്ല, എൻ്റെ മനസ്സിലിരിപ്പേ അത് മാത്രമല്ലല്ലോ, ദേ അവിടെ എൻ്റെ അമ്മായിയമ്മയുടെയും മനസ്സിലിരിപ്പ് ഇത് തന്നെയാ. എങ്ങനെയെങ്കിലും സച്ചിനെ രേവതിനെയും വെളിയിലാക്കാനാ എൻ്റെ അമ്മായിയമ്മയുടെ പ്ലാനും. അമ്മയ്ക്കാണെങ്കിൽ കണ്ണിന് കണ്ടുകൂടാ. സ്വന്തം മകനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എങ്ങനെയാ? അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അവൻ ചെയ്യുന്നത്. ഇതുപോലെ വഷളത്തരം പിടിച്ച ഒരാണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുപോലെ ഒരുത്തിയ അവളും ആ രേവതിയും. പേരും കൂടെ ചേർന്ന് എൻ്റെ ജീവിതം കുളവാക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടുപ്പിക്കണം രണ്ടിനെയും. ലാസ്റ്റ് നീ ഗെറ്റ് ഔട്ട് അടിക്കാതിരുന്നാൽ മതി എന്ന് നമ്മുടെ മീര പറഞ്ഞപ്പം, പോടി നീ വായെടുത്ത് ഇതൊന്നും പറയല്ലേ, അവര് തന്നെ ഔട്ടാവും, നോക്കിക്കോ. അവരെ ഞാൻ അല്ലെങ്കിൽ ഔട്ടാക്കും. എനിക്ക് പറ്റില്ല രേവതിനെയും സച്ചിനെയും അവിടെ രേവതിയുടെയും സച്ചിയുടെയും കൂടെ അവനെ ജീവിക്കാന്. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അവര്. അതാ ഞാൻ പറഞ്ഞത്, നീ ആയിരിക്കും അവിടെ നിന്ന് ഔട്ടാകുന്നത്. ഇല്ല, ഞാൻ അവിടെ നിന്ന് ഔട്ടാകാൻ പോകുന്നില്ല. അവിടെ നിന്ന് ഔട്ടാകുന്നത് രേവതിയും സച്ചിയും തന്നെ ആയിരിക്കും. നീ നോക്കിക്കോ. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടുപിടിക്കും.
അല്ലാതെ എൻ്റെ ജീവിതത്തിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന ആരാണെങ്കിലും അവരെ ഞാനുണ്ടല്ലോ ഔട്ടാക്കിയിരിക്കുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. നമ്മുടെ മീരയോടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് നേരെ നമ്മുടെ ചന്ദ്രോദയത്തേക്ക് പോവാണ് കേട്ടോ. ക്യാമറ നേരെ ചന്ദ്രോദയത്തിലേക്ക് ചെന്നു. അവിടെയാണെങ്കിൽ രേവതി കിച്ചണിൽ പണി അടിച്ചു വാരുന്നു, തുടയ്ക്കുന്നു, അങ്ങനെ ഓരോരോ പണിയും തിരക്കൊക്കെ ആയിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കാണ്. അപ്പോഴാണ് വർഷ പെട്ടെന്ന് കയറി വരുന്നത്. അങ്ങനെ വർഷ വന്നിട്ട് അതേ രേവതി ചേച്ചി, എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്, അത് മാത്രമല്ല ഞാൻ ഭയങ്കര ടയേർഡാ. അതെന്താ മോളെ നീ ഇത്രമാത്രം ടയേർഡായി പോയത്? അത് പിന്നെ ഇന്ന് വാക്ക് കൂടുതലായിരുന്നു ചേച്ചി, അതുകൊണ്ടൊരു കാര്യം ചെയ്യ, എനിക്ക് ഒരു ഒരു കോഫി ഇട്ട് തരുമോ? അതിനിപ്പോൾ എന്താ, ഇട്ട് തരാമല്ലോ എന്ന് പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് നമ്മുടെ രേവതി പോയ സമയം കൊണ്ട് പെട്ടെന്ന് നമ്മുടെ വർഷം എന്തോ കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞ് നേരെ ബാഗ് തുറന്നു. അത് ഈ കൊതുക് വരാതിരിക്കാനുള്ള ഒരു തരം സ്പ്രേ ആണ് കേട്ടോ. ആ ഒരു സ്പ്രേ മുക്കിലും മൂലയിലും ആകെ മൊത്തം ആ വീട്ടിൽ ഇങ്ങനെ അടിക്കുകയാണ്. അങ്ങനെ എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ അടിക്കുന്നു. അപ്പം കിച്ചണിൽ നിന്ന് നമ്മുടെ രേവതിക്ക് എന്തോ ഒരു സ്മെല്ല് വ്യത്യാസം. രേവതി കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇതെന്തോ ഒരു സ്മെല്ല് വ്യത്യാസം എന്ന് പറഞ്ഞ് നേരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമ്മുടെ വർഷ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും വർഷയോട് ചോദിച്ചു, ഇതെന്താ നീ കാണിക്കുന്നത് വർഷ? അത് പിന്നെയേ കൊതുകേ, ഭയങ്കര കൊതുക് ശരിയല്ലേ, ഒരു കൊതുക് കടിച്ചാൽ മതി എന്തൊക്കെ രോഗങ്ങൾ വരുന്നോ. ഈ മലേറിയ എന്നൊക്കെ പറയുന്നതേ ചില്ലറക്കാരനല്ല. അതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു രോഗവും വരാൻ പാടില്ല, കൊതുക് ഒറ്റോരെണ്ണം ഒളിച്ചിരിക്കരുത്. അതുകൊണ്ട് ഞാൻ കൊതുകിനെ കൊല്ലാനുള്ള ഈ ഒരു സ്പ്രേ അടിക്കാന്ന് പറഞ്ഞപ്പം അയ്യോ ഇതിന് ഭയങ്കര സ്മെല്ലാണല്ലോ. സ്മെല്ലൊക്കെ അത് കുറച്ച് നേരത്തേനേ ഉള്ളൂ, അതൊക്കെ അങ്ങ് പൊക്കോളും. അത് കഴിയുമ്പോഴത്തേക്കും വൈകിട്ട് ഇവിടെ കൊതുകും കാണില്ല, ഒന്നും കാണില്ല. പെരയ്ക്കകത്ത് ഇരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയല്ലേ, അതുപോലെയാ കൊതുക്. എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആ സ്പ്രേ ഇങ്ങനെ അടിക്കുകയാണ്. മാറിയും തിരിഞ്ഞും അടിക്കുന്നു. എന്നിട്ട് ഒരു കോഫിയൊക്കെ നമ്മുടെ രേവതി എടുത്തുകൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഫോൺ കോൾ വർഷയ്ക്ക് വന്നു. അപ്പോൾ വർഷേനെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ നിന്ന് വിളിക്കുകയാണ്, ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വരണം എന്നും പറഞ്ഞു. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ ഇനി അങ്ങോട്ടേക്ക് എന്തിനാ വരുന്നത്, ഞാൻ ടയേർഡായിട്ടല്ലേ സാർ ഇങ്ങോട്ട് വന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ വഴി എടുത്ത് അയച്ചു തരാമെന്ന് പറയപ്പോൾ അതൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ വരണം എന്ന് അയാൾ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ വർഷ ദേഷ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാ രേവതി ചേച്ചി, ഒരു സമാധാനവും ഇല്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് നേരെ ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ രേവതി കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പണി എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പതിയെ കയറി വന്നതും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്മെല്ലൊക്കെ എന്തോ ഒരു വ്യത്യാസമുണ്ട് രവീന്ദ്രൻ. അപ്പൊ രവീന്ദ്രൻ കയറി വന്ന ഉടനെ നമ്മുടെ രേവതി പറഞ്ഞു, അയ്യോ അച്ഛൻ വന്നായിരുന്നോ, ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് രവീന്ദ്രൻ ചോദിച്ചാൽ, അല്ല എന്തിയെ ചന്ദ്രനെ കണ്ടില്ലല്ലോ? അത് പിന്നെ അത് ഞാൻ ചോദിച്ചില്ല, എങ്ങോട്ടോ പോയതെന്ന് എനിക്കറിയില്ല, പോയായിരുന്നു ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞപ്പം വേറെ എവിടെ പോകാനാ, ഭാമയുടെ അടുത്ത് വല്ലതും പോയതായിരിക്കും. അവള് ഭാമയുടെ അടുത്തല്ലേ പോകാറുള്ളൂ, അല്ലെങ്കിൽ അവൾ ഒരു സ്ഥലത്ത് പോയാൽ പറഞ്ഞിട്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പുറത്തിട്ട് വന്ന് അവിടെ ഇരുന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ എന്ത് ചെയ്തു, പതുക്കെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയപ്പോഴും വീണ്ടും നമ്മുടെ രവീന്ദ്രന് ശ്വാസം വലിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ. ശ്വാസം മുട്ട് പോലെയോ ശ്വാസ തടസ്സം പോലെയൊക്കെ ഇങ്ങനെ അനുഭവപ്പെടുകയാണ്. അപ്പൊ പെട്ടെന്ന് ചായയൊക്കെ ആയിട്ട് നമ്മുടെ രേവതി വന്നു. രേവതി ചോദിച്ചു, എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം അല്ല മോളെ, ശ്വാസത്തിന് എന്തോ ഒരു തടസ്സം പോലെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ചങ്കിൽ ഇങ്ങനെ കൈവച്ചിട്ട് മോളൊരു കാര്യം ചെയ്യുക, ഇൻഹെയിലർ എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഈ ഇൻഹെയിലർ വലിക്കുകയായിരുന്നു നമ്മുടെ രവീന്ദ്രൻ. അപ്പം ഇൻഹെയിലർ എടുത്തിങ്ങനെ കൊടുത്ത് വലിക്കാൻ തുടങ്ങിയപ്പോൾ പറ്റുന്നില്ല. അപ്പൊ തന്നെ വീണങ്ങ് പോയി കേട്ടോ. തളർന്ന് വീണു പോയി, ബോധം കെട്ടങ്ങ് പോയി. നമ്മുടെ രേവതി ആണെങ്കിൽ തന്നെ ഉള്ളൂ, രേവതി പേടിച്ചു പോയില്ല. അച്ചാന്ന് പറഞ്ഞ് കുലുക്കി വിളിച്ചിട്ട് കാണും നമ്മുടെ രവീന്ദ്രൻ എണീക്കുന്നുണ്ടോ. എന്നിട്ട് നേരെ സച്ചിനെ വിളിച്ചപ്പോഴത്തേക്കും കിട്ടുന്നുമില്ല. ഏത് ചെയ്യണമെന്നറിയില്ല. ആ ഒരു സമയത്തെ പെട്ടെന്ന് നേരെ ഏതോ ഒരു ഓട്ടോക്കാരനെ വിളിക്കാൻ പോയി ഓട്ടോയും വിളിച്ചുകൊണ്ട് വരികയാണ്. ഈ സമയത്ത് നമ്മുടെ സച്ചി ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പൊ ഓട്ടോയിൽ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ഇടയ്ക്ക് ബോധം വരുന്നു, ബോധം പോകുന്നു, ചങ്കിൽ കൈവെക്കുന്നു, ശ്വാസം മുട്ടുന്നു, വല്ലാത്തൊരവസ്ഥ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി ഓട്ടോക്കാരനോട് പെട്ടെന്നൊന്ന് പോകാമോ പ്ലീസ്, പെട്ടെന്നൊന്ന് വിടിച്ചേട്ടാന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു വച്ച ഇത് ഓട്ടോയല്ലേ, ഇതിന്റെ പരമാവധി സ്പീഡിലാണ് ഞാൻ പോകുന്നതെന്ന് ആ ഓട്ടോ ഡ്രൈവറും പറയും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതിയുടെ കോൾ ഇങ്ങനെ കാണാൻ കേട്ടോ സച്ചി. ഇതെന്താ, എനിക്ക് രേവതി ഫോൺ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഏതായാലും തിരിച്ചു വിളിച്ചേക്കാന്നൊക്കെ ഇങ്ങനെ വെച്ച് തിരിച്ചങ്ങ് വിളിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി ഫോൺ എടുത്തിട്ട്, സച്ചേട്ടാ പെട്ടെന്ന് വാ സച്ചേട്ടാ, ഞാൻ ഹോസ്പിറ്റലിൽ പോകും, അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ വീണു എന്നിങ്ങനെ പറയുകയും കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ സച്ചി എന്ത് ചെയ്തു, ഫോണും കട്ട് ചെയ്ത് നേരെ ഹോസ്പിറ്റലിൽ എത്തി. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനെ ഹോസ്പിറ്റലിൽ
കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു സ്ട്രെച്ചറിലൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ്. കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മുടെ സച്ചി ചെല്ലുന്നത്. അപ്പം ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് ആ ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ഒക്കെ ഡോക്ടേഴ്സ് നടത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി വന്നിട്ട് എന്താ പറ്റിയത് രേവതിയും ചോദിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു എനിക്ക് അറിയില്ല സച്ചേട്ട എന്താ പറ്റിയതെന്ന്. അപ്പോഴത്തേക്കും ഡോക്ടറോട് രേവതി പറഞ്ഞായിരുന്നു ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ ചോദിച്ചായിരുന്നു ബുദ്ധിമുട്ട് വരാൻ പാകത്തിന് എന്തെങ്കിലും അസ്വസ്ഥതക്കേട് വരാൻ പാകത്തിന് എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ സ്പ്രേ അടിച്ച കാര്യം നമ്മുടെ രേവതി പറഞ്ഞായിരുന്നു. അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു കേട്ടോ, സച്ചിയോടും രേവതിയോടും വന്ന് പറഞ്ഞു ദൈവത്തിന്റെ എന്തോ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങേര് രക്ഷപ്പെട്ടത്. കാരണം ഇങ്ങനെയുള്ള സ്പ്രേകളൊക്കെ ഇങ്ങനെയുള്ള അസുഖക്കാർക്കൊക്കെ അലർജിയാണ്. ഈ അലർജി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ആസ്മയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ശ്വാസതടസ്സമൊക്കെ ഉണ്ടാകും ഇങ്ങനെ സ്പ്രേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്പ്രേ ഒക്കെ അടിക്കുന്നതിന് കുഴപ്പമില്ല, അതിനൊരു പരിധിയുണ്ട്. ഇതിപ്പം കൂടിപ്പോയി, അതാണ് പുള്ളിക്കാരന് ശ്വാസം കിട്ടാതെ പോയത്, ശ്വാസം എടുക്കാൻ പറ്റാതെ വന്നതും പെട്ടെന്ന് മൂക്കടഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് സ്പ്രേയോ, ഏത് സ്പ്രേ, എന്ത് സ്പ്രേ എന്ന് പറഞ്ഞ് സച്ചി രേവതിയുടെ മെക്കിട്ട് കയറാൻ ചെന്നപ്പോൾ രേവതി പറഞ്ഞു അത് പിന്നെ സച്ചേട്ടാ ഞാനല്ല സ്പ്രേ അടിച്ചത് വർഷയാന്ന് പറഞ്ഞു. വർഷയോ? അവക്ക് എന്തിന്റെ വട്ട് കയറിയിട്ടാ സ്പ്രേ അടിച്ചത്? അത് കൊതുക് പോകാനുള്ള സ്പ്രേ, അറിയത്തില്ലല്ലോ വർഷയ്ക്ക് ഇങ്ങനെ അച്ഛന് ഉണ്ടാകുമെന്ന്. പിന്നെ കുറെ അടിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ, എന്നിട്ടും വർഷ കേട്ടില്ല എന്ന് പറഞ്ഞു. സച്ചിക്ക് അങ്ങ് ദേഷ്യം വന്നില്ല. ഈ സമയത്താണ് ചന്ദ്ര വരുന്നത്. ചന്ദ്ര അയ്യോ രവിയേട്ടാന്നും വന്ന് വിളിച്ചോണ്ട് വന്നിട്ട് നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത് വന്നിട്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ട് കുലുക്കാണ്. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു മിണ്ടാതിരിക്കാനോ, നീ നിന്റെ കെട്ടിയോളും കൂടെയാണോ എന്റെ കെട്ടിയോൻ ഈ അവസ്ഥയിൽ എത്തിച്ചത്? നിന്റെ കെട്ടിയോളായിരുന്നല്ലോ വീട്ടിലുണ്ടായിരുന്നത്. അയ്യോ എന്റെ ഭർത്താവിനെ ഈ അവസ്ഥയിൽ എത്തിച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോടി, അല്ലെങ്കിലും വലിയ ആള് കളിച്ച് നീ നടക്കുകയാണല്ലോ, നീ എന്തോ ആരാന്നും പറഞ്ഞുകൊണ്ട്, എന്നിട്ട് എന്റെ ഭർത്താവിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് നീയല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതിയുടെ മെക്കിട്ട് കയറിയപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നിർത്താൻ പറഞ്ഞു. പെട്ടെന്ന് മാസ്ക് അങ്ങ് മാറ്റിയിട്ട് തന്നെ പറഞ്ഞിട്ടോ നിർത്താൻ പറഞ്ഞു. എന്താ രവിയേട്ടൻ മാസ്ക് വെച്ചോ, വേണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോ പേടിക്കണ്ടെന്നോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആ പെങ്കൊച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പൊ ഈ ജീവനോടെ കിടക്കില്ലായിരുന്നു, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ സച്ചി പെട്ടെന്ന് രവീന്ദ്രനോട് പറഞ്ഞു വേണ്ട അച്ഛാ, എന്തിനാ ശബ്ദം വെക്കുന്നത്, അച്ഛൻ മാസ്ക് എടുത്തിട്ടാളാൻ പറഞ്ഞ് മാസ്ക് ഒക്കെ പിടിച്ചു വെപ്പിച്ചു. എന്നിട്ട് സച്ചി പറഞ്ഞു അതെ രേവതിയല്ല, നിങ്ങളുടെ പുന്നാറ് മരുമകളുണ്ടല്ലോ, കോടീശ്വരിയായ മരുമകള്, അവളാ ഈ പണി ചെയ്തത്. അവളോ ഏവള്? നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ ഭാര്യയെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവരുടെ പുറത്തു കൊണ്ട് കുത്തം വെക്കുകയാണോ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അമ്മേ ആവശ്യമില്ലാത്ത വർത്താനം ഇവിടെ പറയരുത്, ഞാൻ പറയാം, കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അവിടെ അമ്മയില്ലായിരുന്നല്ലോ, അമ്മ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ എന്നെ വെറുതെ കുറ്റം പറയുന്നത്? ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ നടന്ന കാര്യം എന്താണെന്ന് വ്യക്തമാക്കാനുള്ള എല്ലാ റൈറ്റ്സും എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം എന്നിങ്ങനെ പറഞ്ഞപ്പം എന്ത് പറയാന്നാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറൊന്നുമല്ല, വർഷ അവിടെ കൊതുക് പോകാനുള്ള ഒരു സ്പ്രേ അടിച്ചു, ആ സ്പ്രേ അച്ഛന് അലർജി ആയിരുന്നു, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷ സ്പ്രേ അടിച്ചെന്നോ? അവളെന്തിനാ സ്പ്രേ അടിച്ചത്? അവൾ എന്തിനാ സ്പ്രേ അടിച്ചതെന്ന് ചോദിച്ചാൽ കൊതുക് പോകാൻ വേണ്ടിയാ. വർഷയ്ക്കും കാര്യം അറിയത്തില്ലായിരുന്നു, പക്ഷെ അടിച്ചു പോയി, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ രേവതി സംസാരിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്തും വർഷയൊക്കെ വരികയാണ് കേട്ടോ. ഏതായാലും ശ്രീകാന്തും വർഷയും വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് അച്ഛൻ എന്താ പറ്റിയത്, അച്ഛൻ എന്താ പറ്റിയതെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഇട്ടിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ വായിൽ നിന്ന് നല്ല പുളിച്ച വർത്താനാട്ടോ ഇനി വരാൻ പോകുന്നത്. അഹങ്കാരം പിടിച്ചവളെ, നീ എൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കുവാണോടി? നീ എൻ്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയാണോടി ഇതൊക്കെ ചെയ്തത്? അല്ലെങ്കിൽ നീ കാരണം എൻ്റെ അച്ഛൻ ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമാണ് ഹോസ്പിറ്റലിൽ കയറുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയോടങ്ങ് തുടങ്ങിയില്ലേ, ഒന്നൊന്നര പൊടി പൂരം തുടങ്ങി കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ വർഷയ്ക്ക് പൊടി പൂരം തന്നെയാണ്, സച്ചിയുടെ കയ്യിൽ നിന്നും ശ്രീകാന്തിന്റെ കയ്യിൽ നിന്നും ഒക്കെ കിട്ടും. വേറെ ഒന്നുമല്ല, നമ്മുടെ വർഷയ്ക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണെന്നോ അങ്ങനെയൊന്നും അറിയില്ല, അത് വേറെ കാര്യം. പൂർണ്ണമായിട്ട് കുറ്റം പറയാനും പറ്റില്ല. പക്ഷെ നമ്മുടെ സച്ചി അതല്ലോ, കിട്ടിയ ഒരു അവസരമല്ലേ, സച്ചി പാഴാക്കുവോ? സച്ചി അങ്ങ് വയറ് നിറച്ചു കൊടുക്കാണ് കേട്ടോ. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. നമ്മുടെ പനിയൊക്കെ കുറച്ച് കുറവായിട്ടോ.
ഇനിയിപ്പം ഇവിടെ ഇച്ചിരി നല്ല വേദനയൊക്കെ കുറവുണ്ട്. ഇനി അറിയില്ല വൈകിട്ടാകുമ്പോൾ കൂടുമെന്ന്. ഏതായാലും നല്ലൊരു ആശ്വാസമൊക്കെ ആയിട്ടുണ്ട്. എനിക്കൊന്ന് കുറയാൻ വേണ്ടിയൊക്കെ തന്നെ ആയിരിക്കും. ഡോക്ടറും പറഞ്ഞായിരുന്നു ഒരു 7 ദിവസത്തിൽ കൂടുതൽ ഇത് പോവില്ല, 7 ദിവസം കൊണ്ട് പോകുമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു 4ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും തന്നെ എനിക്കൊരു ചെറിയ ആശ്വാസമുണ്ട്. പിന്നെ നീര് വല്ലാണ്ടങ്ങുണ്ട്. നിങ്ങൾക്കും അറിയാമല്ലോ അല്ലേ, ഒരു വശം ഇങ്ങനെ നന്നായിട്ട് നീര് വെച്ചിരിക്കും അല്ലേ. അപ്പം അതും കൂടി അങ്ങ് കുറഞ്ഞാൽ മതിയായിരിക്കും. പിന്നെ ആ ക്ഷീണമൊക്കെ പതുക്കെ പതുക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദിയൊക്കെ ഞാൻ എൻ്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു കേട്ടോ. അപ്പം ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളെയും ഒന്ന് ഉൾപ്പെടുത്തണം. ഈ അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ വന്നാലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പാട്. നമുക്ക് പൈസയൊക്കെ ഇല്ലാതെ മനുഷ്യർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ ജീവിക്കാൻ, അതായത് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പൈസ. പക്ഷേ ഈ അസുഖങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞുകൊണ്ടല്ലോ മനുഷ്യരെ തകർത്ത് കളയുന്നതാണ്. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രാർത്ഥിക്കുക, ആർക്കും ഒരു അസുഖമൊക്കെ പിടിപെടാതെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തിയതിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കമൻസിലൂടെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ നിങ്ങൾ ഓർക്കണുണ്ടല്ലോ. ഏതായാലും നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയല്ലേ നിങ്ങൾ ഓർക്കാതിരിക്കുന്നത്? എല്ലാ ദിവസവും നമ്മൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഏതായാലും ഇനിയിപ്പം നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥ വൈകിട്ട് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് നാളത്തെ കഥയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.